ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖമാണല്ലോ അല്ലേ? PhD കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ആദ്യം പോകാൻ വിചാരിച്ചത് കുത്തുബ് മിനാർ വിസിറ്റ് ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി യാത്ര തിരിച്ചു. നമ്മൾ ജനകപുരി വെസ്റ്റ് നിന്ന് മെട്രോ വഴിയാണ് കുത്തുബ് മിനാറിലേക്ക് പോയത്. ഫ്രം മെട്രോ ഹൗസ് ക്രിസിൽ ഇറങ്ങിയിട്ട് പിന്നീട് 2 സ്റ്റോപ്പ്. അവിടെ ഇറങ്ങിയാൽ ഷെയർ ഓട്ടോ കിട്ടും. ഒരു 80 രൂപയുടെ ട്രാവൽ ഉണ്ട്. ടിക്കറ്റ് എടുക്കാൻ പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ എല്ലാവർക്കും ഇരിക്കാനും കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ സ്പേസ് ഉണ്ട്. അവിടെ തന്നെ കഫ്റ്റീരിയ ഉണ്ട്. നമുക്ക് ചായ, ഫുഡ് എല്ലാം അവിടെ തന്നെ കിട്ടും. പിന്നെ അവിടുന്ന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ കുത്തുബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ കൂടെ ഷെയർ ഓട്ടോയിൽ ഒരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമുക്കൊരു ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്യൂ നിൽക്കണം. പ്രത്യേകം ക്യൂ ഉണ്ടായിരുന്നു. ലേഡീസിന്, ജെൻസിന്, ചിൽഡ്രന്, പിന്നെ അബ്രോഡിൽ നിന്ന് വരുന്നവർക്ക്. ഫോണും ബേബി ഫുഡ് അലൗഡാണ്. ഒരുപാട് നടന്ന് കാണാനുണ്ട്. പക്ഷേ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചെറിയ ശിലകളിലൊക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ വേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ലേ, ഇതിൻ്റെ ഹിസ്റ്ററി അറിയാതെ വന്നാലും ഒന്നും മനസ്സിലാവില്ല കേട്ടോ. എത്രയൊക്കെ ആയാലും ഉണ്ടല്ലോ, വല്ലാത്തൊരു ഫീലിങ്സ് തന്നെ കേട്ടോ, വല്ലാത്തൊരു അത്ഭുതം തന്നെ ഇത് ഡൽഹിയിലെ മെഹ്റോളിയിൽ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മിനാരമാണ്. ഇത് ഒരു 72.5 മീറ്റർ ഉയരമുണ്ട്. ഈ സ്മാരകം 1193 കുത്തുബ്ദീൻ ഐബക്ക് നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളപ്പോൾ തന്നെ അതിൻ്റെ ആ ഹൈറ്റൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാനായി കഴിയില്ല. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ മൂന്നാളും പ്രത്യേകമാണ് കേട്ടോ എടുത്തത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ വന്നിട്ടുള്ള ഒന്നാണിത്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഇൻഡോ ഇസ്ലാമിക്കിൻ്റെ ഒരു ഇസ്ലാമിക് വാസ്തു ആണിതിലുള്ളത്. പിന്നെ ഇത് തുടങ്ങി അവസാനം ഇൽത്തുമിഷാണ് ഇതിൻ്റെ പണി തീർത്തത്. ഇതിൻ്റെ മുകളിലേക്ക് പോകുന്തോറും ഇതിൻ്റെ വിസ്തീർണം കുറഞ്ഞാണ് വരുന്നത്. ഒരു കൂറ്റൻ ഗോപുരം. ഇതിനകത്ത് മുകളിലേക്ക് കയറാൻ 399 പടികളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അപ്പം തന്നെ ആലോചിച്ചതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ അപ്പോഴെന്തോ അവിടെ കയറാനായിട്ട് ആരും പോകുന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇതൊരുപാട് പഴയതല്ലേ, അവിടെ ഇങ്ങനെ വിസിറ്റേഴ്സ് മുകളിലൊക്കെ കയറിയാൽ ഒരുപാട് അപകട സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ ഇങ്ങനെ ഇതിനുള്ളിലേക്ക് കടന്നു. അവിടെ ഭയങ്കര വിശാലമായിട്ട് സ്പേസാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആ ഒരു പോർഷനിലേക്കാണ് നമ്മൾ കവർ ചെയ്തത്. ഇത് ഒരാളുടെ ശവകുടീരമാണ് അതിനുള്ളിലേക്കുള്ളത്. അത് ആദ്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമ്മളിലെ മണിച്ചിത്രത്താഴ് സിനിമയിലെ പോലെ 100 ആണ്ട് പഴക്കമുള്ള കൊട്ടാരമാണെന്നൊക്കെ പറയുന്ന ആ ഒരു സിനിമ കാണുന്ന ഫീലിങ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. അമ്മുകൂടെ കളിക്കാനൊരു വാവ കിട്ടി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കളിക്കുന്നത് നല്ല മൂഡായിട്ടാണ്. ലാസ്റ്റ് പോകാൻ നേരം ആയപ്പോഴത്തേക്കും വേറെ കുട്ടീനെ കണ്ടു. ആൾ ഭയങ്കര അഗ്രസീവായിട്ട് ആ കുട്ടീനെ പോയി തല്ലി. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് അടികിട്ടിയിട്ട് ഓടേണ്ടി വരുമെന്ന്. എന്തോ ഭാഗ്യത്തിന് ആ വീട്ടുകാർ ഒന്നും പറഞ്ഞില്ല. പിന്നെ അമ്മുവിന് 2 വഴക്കൊക്കെ കൊടുത്തു. ഈ ഒരു സൈഡ് പിടിച്ച് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ കുറേ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇതിനുള്ളിൽ കൂടെ നോക്കിയപ്പോൾ എനിക്ക് എന്താ മനസ്സിലായി, ശരിക്കും അവരുടെ ശവകുടീരമാണ് കേട്ടോ ഉള്ളിൽ. ഞാനത് മനസ്സിലാക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കയറി അതിൻ്റെ കൊത്തുപണികളൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ അറബ് ലെറ്ററിൽ എഴുതിയിരുന്നതാണെന്ന് തോന്നുന്നു. ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് പിന്നെ അകത്തേക്കൊന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. കണ്ടിട്ടുണ്ടല്ലോ, വാണ്ടടിച്ചു പോയി. എത്ര വർഷമായല്ലേ, ഇപ്പോഴും ഇത്രയും ഭംഗിയിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് പറയാനുണ്ട്. ഹിന്ദു രാജവംശമായിരുന്നു ആ ഒരു കാലത്ത് ഡൽഹിയിലുണ്ടായിരുന്നത്. അത് അവസാനമായിരുന്നു. അതിനുശേഷം ഇത് മുസ്ലിം രാജവംശത്തിലേക്ക് വരികയും അവരത് നിലനിർത്തുകയും പിന്നെ അവരുടേതായ രീതിയിലുള്ള ശില്പികളെ കൊണ്ടുവന്ന് അതിൽ മാറ്റം വരുത്തുകയും പിന്നെ ഇതിനെങ്ങനെ പണി കഴിപ്പിച്ച് കൊണ്ടുവരികയും അവസാനത് ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പണി പൂർണ്ണമായിട്ട് തീർക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ഇപ്പോഴും അതിൻ്റെ അവകാശവാദങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇത് വളരെ മനോഹരവും ഇവിടെ പ്രാർത്ഥനയ്ക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഇത് നിലനിർത്തിയിരുന്നത്. പിന്നെ എന്തുമാത്രം ആൾക്കാരുടെ ഹാർഡ് വർക്കാണിത്.
അതും അത്രയും ബുദ്ധിപരമായിട്ട് ഒരുപാട് ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക സ്റ്റോണിലൊക്കെ ഇത്രയും നല്ല രീതിയിൽ ഇപ്പോഴും ഈടുറപ്പോടെ നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം അത്ഭുതം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സൺഡേ ആയിരുന്നു, എന്നിട്ട് പോലും ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് ആളുകൾ തമ്മിൽ ഇടുങ്ങി തിങ്ങി അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കുറേ പേര് ഒരു പാർക്ക് ഏരിയ പോലെ പോയിരുന്നിട്ട് റിലാക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. മോസ്റ്റ്ലി എല്ലാവരും പറയുന്നത് ഒരു 8 to 9 ടൈമിൽ, ഈവനിങ് ടൈമിൽ ഇവിടെ വന്നാൽ ഭയങ്കര മനോഹരമാണെന്നാണ് പറയുന്നത്. അവിടെ കുത്തുബ് മിനാർ എന്ന് പറഞ്ഞത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹിന്ദിയിലുമുണ്ട്, അത് ഇംഗ്ലീഷിലുമുണ്ട്. നമുക്കത് വായിച്ചു നോക്കിയാൽ കുറച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു പക്ഷേ അതിൽ മുകളിലേക്ക് കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷേ നമ്മൾ ടോട്ടലി ടയേർഡായിട്ടുണ്ടായിരുന്നു കുറച്ച് നടന്നപ്പോഴേക്ക് തന്നെ. ഇവിടെ ഒരു അയൺ പില്ലർ ഉണ്ട്, പിന്നെ അലൈ ദർവാസ. അങ്ങനെ നമ്മളൊരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. അതിനിടയിലാണെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ അകത്ത് കയറിയപ്പോഴത്തേക്കും അവിടെ തോമ്പൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ശരിക്കും ആദ്യം മനസ്സിലായില്ല. അത് പറഞ്ഞത് ഗൈഡ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് അവിടെ. പിന്നെ അങ്ങനെ ഭാഗങ്ങളിലൊന്നും അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുമില്ല. നമ്മളിവിടെ നിന്ന് കുറച്ച് കളിച്ചു കേട്ടോ, വാവക്കുട്ടനെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സമയം ഒരുപാട് കടന്നു പോയിട്ട് ആൾക്ക് ഉറക്കം വരുന്ന ടൈമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത്, ഞാൻ വാവനെ ഒരു തോമ്പിൻ്റെ മുകളിൽ കയറ്റി നിർത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ നിൽക്കാൻ പാടില്ല എന്ന്. പിന്നെ വേഗം സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇവിടെ നിർത്താൻ പാടില്ല അങ്ങനെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വാവനെ എടുത്ത് അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ അവിടെ നിന്നേക്ക് മൂവായി. ക്ഷമിക്കുക, മനസ്സിലാവാത്തത് കൊണ്ട് ചെയ്തു പോയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ കളിച്ചു, വാവക്കുട്ടനെ കളിപ്പിച്ചു. ഇതിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല കേട്ടോ. കാരണം അതിൻ്റെ പുറകിലേക്ക് എന്താണെന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെയധികം ക്ഷീണിക്കും, പിന്നെ വീട്ടിലെത്താൻ വളരെ ലേറ്റാകും എന്നതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഭാഗം മാത്രം കണ്ടു തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഭാഗങ്ങൾ തൊട്ടറിയാൻ അടുത്ത പ്രാവശ്യം ഒരിക്കൽ കൂടി വരേണ്ടി വരും. അന്ന് നിങ്ങൾ എൻ്റെ കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം തൽക്കാലവും ഇത്രയും മതി. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് കാണില്ലേ, അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പിരിയാം എന്ന് കരുതിയതാ ഇതാണ് അവിടുത്തെ കഫറ്റേരിയ. വളരെ റിലാക്സ് ആയിട്ട് അവിടെ ഇരുന്നു, ഒരു ടീ ഒക്കെ കുടിച്ചു. ഞങ്ങൾ എന്നിട്ട് വീട്ടിലേക്ക് പോയി. അതിനിടയിൽ ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മെട്രോയുടെ കയറി നമ്മൾ ട്രെയിൻ വന്നു. അകത്ത് കയറുന്നതിന് മുമ്പേ ഡോർ ലോക്കായി. ഞാനും വാവ അകത്തായി, ചേട്ടൻ പുറത്തായി. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി, പിന്നെ വെയിറ്റ് ചെയ്തു, ചേട്ടൻ വന്നു. അങ്ങനെയാണ് പിന്നെ വീട്ടിലേക്ക് പോയത്. സോ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.